ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. അപ്പോൾ ആ വെള്ളം കട്ടായി, അപ്പോൾ ചെടി വാടും, കരിയും ഇലകൾ. നമ്മൾ എത്രയും പെട്ടെന്ന് വെള്ളം തുറന്നു കൊടുത്താൽ എങ്ങനെ ആ വാടിയ ഭാഗമായിരിക്കും കൂടുതൽ. പെട്ടെന്ന് തന്നെ നമുക്ക് വാടിയ ഭാഗം പെട്ടെന്ന് വരും, കരിഞ്ഞ ഭാഗം വളരെ കുറവായിരിക്കും. അതുപോലെയാണ് ഹാർട്ട്. കാരണം നമ്മൾ പെട്ടെന്ന് ഈ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് അതിന് ആൻജിയോപ്ലാസ്റ്റി, അതായത് അതിന് ഫ്ലോ റിസ്റ്റോർ ചെയ്യാന്ന് അർത്ഥം. കാരണം ഈ ഹാർട്ട് അറ്റാക്ക് എല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ അതിനോട് മസിൽസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കുറയുന്നു. അതിന് ആദ്യം ഹാർട്ട് അറ്റാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന രക്തനാളങ്ങളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മൂലം ഉണ്ടാകുന്ന ആ മസിൽസിലോട്ട് ബ്ലഡ് എത്തുന്നില്ല. അപ്പോൾ മസിൽസിലോട്ട് ബ്ലഡ് എത്താത്തപ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് വേദന വന്നു, പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണിക്കുക എന്നാണ്. അപ്പോൾ അത് പെട്ടെന്ന് തുറന്നു കൊടുക്കുക. അതാണ് ഞാൻ ഇതായിട്ട് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്ന ആ മസിൽസിന് ഇഞ്ചുറി അധികം ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വൈകി ഒരു ദിവസം കഴിഞ്ഞൊക്കെയാണ് ഇത് എല്ലാ ബുദ്ധിമുട്ടും കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി തുറന്നു കൊടുത്താലും കാര്യമില്ല. കാരണം കരിഞ്ഞ ഭാഗമായിരിക്കും കൂടുതൽ. മനസ്സിലായി? അപ്പം നമ്മൾ യൂഷ്വലി ഗോൾഡൻ അവർ എന്ന് പറയുന്നത് യൂഷ്വലി ഇത് ഫസ്റ്റ് അവർ തന്നെ. എത്രയും പെട്ടെന്ന് എത്തുന്നു അതിന് തുറന്നു കൊടുക്കുന്നു. ഓക്കെ ഡോക്ടർ. ഡോക്ടർ പറഞ്ഞല്ലോ ഹാർട്ട് അറ്റാക്ക് ആണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഹാർട്ട് ഡിസീസ്. എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്? കോമൺലി വരുന്നത് നെഞ്ചുവേദന തന്നെ. അപ്പം നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന. അത് നടുക്കായിട്ട് വരാം, ഡിഫ്യൂസ് ആയിട്ട് വരാം. അതിനോടൊപ്പം ആ വേദന വരുമ്പോൾ കൈകളിലോട്ടോ കഴുത്തിലോട്ടോ ബാക്കിലോട്ടോ അത് പടരാം. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് 50% പേർക്ക് അങ്ങനെ വേദന വരുള്ളൂ. ആ വേദന വരുന്നവർ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തും. കാരണം സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, നടുക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ബാക്കി 50% പേർക്ക് വരുന്ന ഒരു തിക്കുമുട്ട്, എന്തോ ഭാരം വെച്ച പോലെ, ഭയങ്കര ഹെവിനെസ് ഓഫ് ദ ചെസ്റ്റ്, അല്ലെങ്കിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടൽ, എന്തോ ഇറുക്കുന്ന പോലെ, അല്ലെങ്കിൽ വല്ലാത്ത പുകച്ചിൽ, എരിച്ചിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ വളരെ അത് എപ്പോഴും നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും ആയിട്ട് അവർ ഗ്യാസ് ആയിരിക്കും, ജീരകവെള്ളം കുടിച്ച് നോക്കാം, അല്ലെങ്കിൽ അവരുടേതായ റെമഡിയൽ മെഷേഴ്സ് എടുത്തു നോക്കും, കുറയുന്നില്ല. അപ്പോൾ കുറയുന്നില്ല. അങ്ങനെ കുറയാണ്ട് വരുമ്പോഴാണ് ആൾക്കാർ എത്തിപ്പെടുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, 50% വേദനയായിട്ട് വരും, അവരെന്തായാലും ഹോസ്പിറ്റലിലെത്തും. അല്ലാത്തവർ ഈ ഒരു സിംറ്റംസ് അറിയണം. കാരണം തിക്കുമുട്ടലായിട്ട് വരാം, ഗ്യാസ് പോലെ വരാം, ഗ്യാസ് എന്ന് വെച്ചാൽ ഭയങ്കര എരിച്ചിൽ, പുകച്ചിൽ, ശ്വാസം മുട്ടൽ പോലെ വരാം, ഹെവിനെസ് ആയിട്ട് വരാം. പക്ഷെ അത് ഭയങ്കര അസഹനീയമായിരിക്കും. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു ഗ്യാസ് പോലെ വന്നും പോലെ ഭയങ്കര അതിനോടൊപ്പം വേർക്കാം, ഓക്കാനം പോലെ വരാം. ഈ പറഞ്ഞ പോലെ കൈകളിലോട്ട് കഴുത്തിൻ്റെ ഇവിടം വരെ വരാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു രോഗി, അവർക്ക് കഴുത്തുവേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത കഴുത്തുവേദന 2 സൈഡിലും. ഡയബറ്റിക് ആണ്. അവർക്കത് വന്നത് ആക്ച്വലി അവർ ചെയ്യുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വന്നത്. ആദ്യം ഈവൻ ഹോസ്പിറ്റലിൽ എത്തി വേദനയായിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ എത്തിയത് ഓർത്തോയുടെ അടുത്താണ്. കഴുത്തുവേദന എന്ന് പറഞ്ഞ് അവരെത്തിപ്പെട്ടത് ഓർത്തോയുടെ അടുത്താണ്. പക്ഷെ ഓർത്തോയുടെ ഡോക്ടർ അത് കണ്ടപ്പോൾ അത് മനസ്സിലായത് ഓർത്തോയുടെ ബുദ്ധിമുട്ടല്ല. പെട്ടെന്ന് തന്നെ ഒരു ECG എടുത്തു. അതൊരു MI ആയിരുന്നു, ഇൻഫീരിയർ വാൾ MI, അതായത് ഒരു വലിയൊരു ഹാർട്ട് അറ്റാക്ക് ആണ്. അത് പെട്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും അത് ഡോക്ടറെ കാണിക്കുക. അത് വെച്ചുകൊണ്ടിരുന്ന അതിന് ജീരകവെള്ളം കഴിച്ച്, അല്ലെങ്കിൽ വെളുത്തുള്ളി കഴിച്ച്, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന് ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ചാൽ ടൈം ഈസ് മസിൽ. അല്ലെങ്കിൽ ഹാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ഡോക്ടർ, നമുക്കറിയാം ഒരുപാട് ഹൃദയ സംബന്ധിത രോഗങ്ങൾ ഉണ്ട്. നമ്മുടെ ഡേ ടു ഡേ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന ജീവിതം എടുത്താൽ ഈ ചില വില്ലന്മാരുണ്ടാവും ഈ ഹൃദയ രോഗങ്ങൾ കോസ് ചെയ്യുന്നത്. അങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മരണകാരണം, ഇൻഫെക്ഷ്യസ് അല്ലാത്ത കാരണം ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ അതിൽ ഓരോ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ അറിയേണ്ടത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 10 പേര് അറ്റാക്കായിട്ട് വരുന്ന ബുദ്ധിമുട്ടുള്ളവരിൽ 7 പേര് മാത്രമാണ് ആശുപത്രിയിൽ എത്തിപ്പെടുന്നത്. കാരണം പലപ്പോഴും അവർ ആ ലക്ഷണങ്ങൾ അറിയുന്നില്ല. ഇനി നമുക്ക് അതിനു മുമ്പ് എന്താണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത്? ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഡയബറ്റീസ് അഥവാ ഷുഗർ തന്നെയാണ്. നമ്മൾ കേരള അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഡയബറ്റിക് ക്യാപിറ്റലായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വളരെ അതുകൊണ്ട് തന്നെ ഗൈഡ് ലൈൻസിൽ ഇപ്പോൾ 40 വയസ്സ് ഡയബറ്റിക് ആയിട്ട് 40 വയസ്സിന് മുകളിലുള്ള എല്ലാ പേഷ്യൻസിനും സ്റ്റാറ്റിൻ അല്ലെങ്കിൽ മരുന്ന്, കൊളസ്ട്രോളിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. കാരണം അത്രയും അധികം MIയുടെ റിസ്ക് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുഗർ, ഡയബറ്റീസ്. പിന്നെ വരുന്ന വില്ലനാണ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ നമ്മളായിട്ടുണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒബീസിറ്റി, സ്മോക്കിംഗ്, ആൽക്കഹോൾ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി ഹിസ്റ്ററി. നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് അല്ലാണ്ട് തന്നെ ജനറ്റിക്കലി പ്രോൺ ആണ് കമ്പയർഡ് ടു ദ വെസ്റ്റേൺ പീപ്പിൾ.
അപ്പോൾ നമ്മൾ അല്ലാണ്ട് തന്നെ ജനറ്റിക്കലി പ്രോണാണ്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ബേസിക്കലി ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇനി നമ്മൾ എല്ലായ്പ്പോഴും മറന്നു പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ട്രെസ്സും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്ട്രെസ്സ് കാരണം MI വരുന്നു, അല്ലെങ്കിൽ സ്ട്രെസ്സ് കാരണം ഹാർട്ടിൻ്റെ മസിലുകളെ ബാധിക്കുന്നു. സ്ട്രെസ് കാർഡിയോമയോപ്പതി വരുന്ന ഒരു എൻറ്റിറ്റി. അപ്പോൾ സ്ട്രെസ് എല്ലാത്തിനും ട്രിഗർ ചെയ്യുന്നു. കാരണം ആ സമയത്ത് നമ്മുടെ ഹോർമോൺ ലെവൽസ് അല്ലെങ്കിൽ ആ സിമ്പത്തറ്റിക് സിസ്റ്റം എല്ലാ ഡ്രൈവും ഹൈലി എലിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇത്തരമാണ് കോമൺലി ഒബിസിറ്റിയും അതേപോലെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ കഴിക്കുന്ന പുറത്തുനിന്നുള്ള ആഹാരങ്ങളിൽ അതിലൊന്നും ഒരു ബാലൻസ്ഡ് ആയിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഉള്ള ഭക്ഷണം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ പുറത്തു പോയി കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൊറോട്ടയും ബീഫും കഴിച്ച് ഉച്ചക്കലത്തെ കഴിഞ്ഞു, രാത്രി പറ്റാവുന്ന ഇതേപോലെ എന്തെങ്കിലും കഴിച്ച് സമയക്രമം അത് പലപ്പോഴും പറ്റാറില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ഒരു ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ, ആവശ്യത്തിനുള്ള കാലറി, ഫ്രൂട്ട്സും മിനറൽസും വേണം. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ചോറിൻ്റെ അളവ് കുറയ്ക്കുക, കറി കൂട്ടുക, പരമാവധി പൊറോട്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലെല്ലാം ബേസിക്കലി ട്രാൻസ് ഫാറ്റി ആസിഡ് വരും. നമ്മൾ എല്ലായ്പ്പോഴും ഒരു MI കഴിഞ്ഞ രോഗിയോട് പറയും ഒന്നും കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഡോക്ടർ പറഞ്ഞ് ചിക്കൻ കഴിക്കാൻ പറ്റില്ല, ബീഫ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മളത് പറയുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഓയിൽ കുറച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണയിൽ ഒരു വട്ടം വറുത്ത് 2 വട്ടം വറുത്ത് അങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം ട്രാൻസ് ഫാറ്റി ആസിഡാണ്, അതൊന്നും ഹാർട്ടിന് നല്ലതല്ല. അപ്പോൾ ഇതാണ് ഹാർട്ടിൻ്റെ റിസ്ക് ഫാക്ടർ. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, സ്മോക്കിംഗ്, ഇതിനോടൊപ്പം ഓൾറെഡി നമ്മൾ ജനറ്റിക്കലി പ്രോണാണ്. അതിനോടൊപ്പം നമ്മൾ മദ്യപിക്കുകയും പുകവലിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇരട്ടി റിസ്ക് ഫാക്ടേഴ്സാണ് ആക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോഴും നമ്മൾ പല വീഡിയോസ് ആയാലും പല മാധ്യമങ്ങളിലൂടെ നമ്മൾ എത്തിക്കുന്നത് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഡോക്ടറെ സമീപിക്കുക, പരമാവധി ഹെൽത്തി ആയിട്ട് ചെയ്യുക. അതിനോടിപ്പോൾ കുറേ പേരൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ പല ഇപ്പോൾ വർക്കൗട്ട്സ്, ജിമ്മ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു, അതിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. പിന്നെ ഞാൻ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തി. ഇപ്പം നമ്മളൊരു രോഗിയെ തന്നെ ഒരു ഫോളോ അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരു രോഗി അസ്വസ്ഥത കാരണം കാഷ്വാലിറ്റിയിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തി. പിന്നത്തെ കൺഫ്യൂഷൻ അവിടെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനാണ്. അപ്പം നമ്മൾ ഡോക്ടേഴ്സ് കണ്ടു, അവരോട് പറഞ്ഞു ഇത് അറ്റാക്കാണ്, നമുക്ക് ഇങ്ങനെ പോലെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവർക്ക് അവിടെ കൺഫ്യൂഷനായി. കാരണം പല ചോദ്യം ഇപ്പം നമ്മൾ 2 ഓപ്ഷനുകളാണ് പറയുന്നത്. നമ്മൾ ഒന്നില്ലെങ്കിൽ മരുന്ന് കൊടുത്ത് അലിയിപ്പിക്കുക, അത് നമ്മൾ 3 hours പറയുക. പക്ഷേ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന സെൻറ്റേഴ്സ് ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് ചെയ്യേണ്ടത്, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ നമ്മൾ പറയും ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ ഡിസൈഡ് ചെയ്യുമ്പോൾ ഉള്ള ടൈം ലാഗ് ഉണ്ട്. കാരണം നമ്മൾ എപ്പോഴും ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സെൻറ്ററിൽ എത്തിയാൽ ഡോർ ടു ബലൂൺ ടൈം എന്ന് പറയും. അതായത് ഒരു രോഗി കാഷ്വാലിറ്റിയിൽ എത്തിയാൽ അവിടെ നിന്ന് എത്തി നമ്മുടെ കാത്ത് ലാബിലെത്തി ഫ്ലോ റിസ്റ്റോർ ചെയ്യുന്ന ടൈമിനാണ് ഡോർ ടു ബലൂൺ ടൈം. ആ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ബലൂൺ മനസ്സിലാക്കേണ്ട, ബ്ലോക്ക് ബലൂണിലൂടെ നമ്മൾ മാറ്റി കഴിയുമ്പോൾ ഫ്ലോ തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഡോർ ടു ബലൂൺ ടൈം എന്ന് പറയുന്നത്. ആ ഡോർ ടു ബലൂൺ ടൈം നമ്മുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 90 minutes ആണ്. 90 minutes ചെയ്തിരിക്കണം എന്നാണ്. ഗുണം കിട്ടണമെങ്കിൽ പലപ്പോഴും ഈ ഒരു കൺഫ്യൂഷനിൽ പേഷ്യൻസ് അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന രോഗികളോട് പറയുന്നത് ഡിസിഷൻ നിങ്ങൾ പെട്ടെന്ന് മേക്ക് ചെയ്യും. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണോ, ഇത് വേണോ. കാരണം അതിലൂടെ ആക്ച്വലി മസിലിനാണ് ഡാമേജ് വരുന്നത്. ഡിലേ ആക്കുന്തോറും ഇതിനെല്ലാം ഡാമേജ് വരുന്നത് മസിൽസിനാണ്. അപ്പം അതാണ് ഒരു പ്രൈം ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ രോഗികൾക്കായാലും. കാരണം അറ്റാക്ക് വന്നാലും പിന്നെ കൺഫ്യൂഷനായി. അതെനിക്കറിയാം, പലപ്പോഴും നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷേ ഡിസിഷൻ നമ്മൾ പെട്ടെന്ന് എടുക്കണം. ആൻജിയോപ്ലാസ്റ്റി ആണ് പെട്ടെന്ന്, അതല്ല മരുന്നിലാണോ പെട്ടെന്ന്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വേറെ സ്ഥലത്താണ് അവർക്ക് എടുക്കേണ്ടത്. പക്ഷെ ഡിസിഷൻ പെട്ടെന്നായിരിക്കണം. ഡോക്ടർ, അപ്പോൾ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഹോസ്പിറ്റലാണ് ദി ഓൺലി സൊല്യൂഷൻ? ഇല്ല, ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്, പരിമിതമാണ്. കാരണം അതുമൂലം ഇപ്പോൾ നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും അതേപോലെ ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മൾ കണ്ടു, ഇപ്പോൾ CPR ചെയ്ത് അല്ലെങ്കിൽ ക്രിക്കോതൈറോട്ടമി ചെയ്ത് അതുപോലെ നമുക്ക് ഹാർട്ട് അറ്റാക്കിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാരണം ഹാർട്ട് അറ്റാക്കിൻ്റെ ഉന്മൂല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന രക്തനാളങ്ങളിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് അലിയണം. സം ഓഫ് ദ അതർ വേ ഇറ്റ് ഹാസ് ടു ബി ഡിസോൾവ്. അല്ലെങ്കിൽ അപ്പോൾ അത് പോകണം. അതിന് ഒന്നല്ലെങ്കിൽ അലിയിപ്പിക്കണം, മരുന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ലോഡിംഗ് ഡോസ് എന്ന് പറയും. നമ്മൾ എപ്പോഴും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ലോഡിംഗ് ഡോസ്, അതായത് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള മരുന്നുകൾ കുറച്ചധികം രോഗിക്ക് കൊടുക്കും. മനസ്സിലായി? അതൊന്നും നമ്മുടെ വീട്ടിൽ അങ്ങനെ കരുതി നമ്മൾ മേടിച്ച് വെക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്.
ചിലപ്പോൾ നമ്മൾ എല്ലാ രോഗികൾക്കും ഒരേപോലെയല്ല. വേദന വന്ന് കുറേ നേരം അങ്ങനെ എല്ലാവരും ടോളറേറ്റ് ചെയ്യണമെന്നില്ല. ചിലവർക്ക് കോംപ്ലിക്കേഷൻസ് ഓഫ് MI ഉണ്ടാവും. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ട് നോർമലി അടിക്കേണ്ടതിന് വരും വിറയ്ക്കും. അതിനാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഇടിപ്പ്, അല്ലെങ്കിൽ വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ. അപ്പോൾ പെട്ടെന്ന് ആളുടെ ബോധം പോകും. പലപ്പോഴും അറ്റാക്ക് വന്നു, ആൾ പെട്ടെന്ന് ക്ഷീണിച്ചു, പെട്ടെന്നൊരു ഗ്യാസ്പിങ്, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ബോധം പോകും. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നെഞ്ചുവേദനയുടെ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് CPR. നമ്മളിപ്പോൾ ലൈഫ് സപ്പോർട്ട്സ് നമ്മൾ പഠിച്ചപ്പോൾ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നതായി നമ്മൾ CPR ചെയ്യുന്നു. എയർവേ സെക്യൂർ ചെയ്യുന്നു. എയർവേ സെക്യൂർ എന്ന് വെച്ചാൽ നേരെ കിടത്തിയിട്ട് താടിയിൽ മുകളിലോട്ട് വെക്കുന്നു, കാരണം ടങ്ക് ഫോൾ ബാക്ക് ചെയ്യാണ്ടിരിക്കുക, അതേപോലെ ആസ്പിറേറ്റ് ചെയ്യാണ്ടിരിക്കുക. അത് ഹെൽപ്പ് ചെയ്യും. അത് CPR ചെയ്തുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ആള് രക്ഷപ്പെടാനുള്ള സാധ്യത കുറച്ചും കൂടി ഉണ്ട്. മനസ്സിലായി? കാരണം നമ്മൾ CPR ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആക്ച്വലി ഹാർട്ട് അടിക്കാണ്ട് വരുമ്പോൾ നമ്മൾ പുറമേ നിന്നുള്ള ഇത് കൊടുത്തുകൊണ്ട് ബ്ലഡ് എല്ലായിടത്തും എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഹാർട്ട് അറ്റാക്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന വളരെ പരിമിതമാണ്. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. കാരണം അതിനുള്ള സൗകര്യങ്ങളും മരുന്നുകളും അതിനുള്ള പ്രൊസീജിയറുകളും അത് ഹോസ്പിറ്റലിലേ ഉള്ളൂ.